സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂജിനെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ വസിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയാവുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീണാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടൊരു സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവേ, വിവാഹത്തിന് ഒരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂജിൻ അനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുരം നുകർന്ന് അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിങ്ങളിൽ നിന്നും മധുരഭോജ്യം സ്വീകരിച്ച എന്റെ വിവാഹ ജീവിതം ധന്യമായി ഭവിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രതീക്ഷയോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വിവാഹത്തിന് ഒരുക്കമായി അങ്ങയുടെ നാമത്തിൽ മധുരഭോജ്യം അനുഭവിച്ച ഈ ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദതയിലും അന്ത്യം വരെ പുലരുവാൻ ഇടവെത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സ്നേഹമാത്രം ആസ്വദിച്ച് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ സംബന്ധിച്ച ഞങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദാമ്പത്യ ജീവിതത്തിനായി മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നുമെന്നും അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മാധുര്യമാക്കിയും സഹനങ്ങളെ സുഹൃത്തുക്കളാക്കിയും മാറ്റുവാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. എത്രയും മാതാവേ, അങ്ങേ സംഗീതമായി ഓടിവന്ന് അങ്ങ് ഉപകാര സഹായം അപേക്ഷിച്ചിരുന്നവരിൽ ഒരുവനെ പോലും എവിടെപ്പെട്ട ലോകത്തിലേക്ക് പെട്ടിട്ടുള്ളായി നിന്നച്ചു കൊള്ളണമേ. കന്യാവൃത്തക്കേട് രാജ്ഞ ഗണിയതയുള്ള മാതാവിയുടെ സ്ഥലത്തക്കയറിപ്പെട്ട് ഞാൻ അങ്ങ് തൃപ്പാത്തുകളിൽ നിലൂർപ്പെട്ട കണ്ണു നിറഞ്ഞതിന്റെ ഭാവിയാ ഞാൻ അങ്ങ് ദേവയുടെ ആഴത്തെ കാത്തുകൊണ്ട് ധ്രുവം നിൽക്കുന്നു. അവതരിച്ച വിധത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ അവരും കേട്ടില്ലണമേ. ആമേൻ.
Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. Ooh, you look so beautiful in white. Na, 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 na. So beautiful in white tonight. And if a daughter is what our future holds, I hope she has your eyes, finds love like you and I did. Yeah, but when she falls in love, we'll let her go, and I'll walk her down the aisle. She looks so beautiful in white. You look so beautiful in white. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. You look so beautiful in white tonight. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകുവാൻ പോകുന്ന ഞങ്ങളുടെ യൂതിനെയും സൗമ്യയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചും കൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാരേസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കവൽ മാലാഹമാരെ,
ഇവരെ വിശുദ്ധവും സുരക്ഷിതവുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ ഹൃദയം അനുഗ്രഹിക്കണമേ. മകനെ അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവിടെ പോലും ഗൗരവപ്പെട്ടതായ ലോകത്തിലേക്ക് വിട്ടിട്ടുള്ളതായിരുന്നു ചൊല്ലണമേ. എന്നെ അവർക്കൊക്കെ രാജ്ഞാകനിക്ക് ദയുള്ള മാതാവേ, ജീവനുള്ള സ്ഥലത്താൽ ധൈര്യപ്പെട്ട് ഞാൻ എന്നെ തൃപ്പാത്തുകളിൽ വരുന്ന നിർവേർപ്പെട്ട നിർത്തി പാപിയ ഞാൻ എങ്ങനെയുടെ അടുത്ത കാലത്ത് കൊണ്ട് നിൽക്കുന്നു. അവതരിച്ചവനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ അപേക്ഷിക്കാതെ യാവരും കേരളീയണമേ. ആമേൻ. പരിശുദ്ധ കന്യാമറിയമേ, തിരുക്കുടുംബമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപങ്ങൾ മിഴി തുറന്നു. ആഗതനീശോയെ ആരാധിക്കാൻ ആയിരമായിരം സ്തുതികളുമായി. ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപങ്ങൾ മിഴി തുറന്നു. ആഗതനീശോയെ ആരാധിക്കാൻ ആയിരമായിരം സ്തുതികളുമായി. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ പരിശുദ്ധാത്മാവേ നിറഞ്ഞൊഴുകൂ. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ പരിശുദ്ധാത്മാവേ നിറഞ്ഞൊഴുകൂ. പാപങ്ങളോർത്തു മനസ്തപിക്കാൻ അങ്ങേ പറുദീസയിലായിരിക്കാൻ കൃപ ചൊരിയൂ കരുണാമയനേ. ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപങ്ങൾ മിഴി തുറന്നു. ആഗതനീശോയെ ആരാധിക്കാൻ ആയിരമായിരം സ്തുതികളുമായി. ഉയിർപ്പിൻ പ്രവചനം നിറവേറ്റി നീ ഏവർക്കും ജീവനായി മാറിയോനേ. ഉയിർപ്പിൻ പ്രവചനം നിറവേറ്റി നീ ഏവർക്കും ജീവനായി മാറിയോനേ. സത്യത്തിൻ മാർഗമായി നിൻ മക്കളിൽ എന്നെന്നും ജ്വലിക്കുന്ന ദീപമായി തെളിഞ്ഞിടണേ കരുണാമയനേ. ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപ
ദീപങ്ങൾ മിഴി തുറന്നു ആഗതനീശോയെ ആരാധിക്കാൻ ആയിരമായിരം സ്തുതികളുമായി ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു. സർവേശ്വരം
ആവശ്യം മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോടെ പരിപാലനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലുകളായ കന്യകമാർ അവളെ അനുഗമിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് വന്ദന അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന് രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചെളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തിൽ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും.
അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെപ്പോൾ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അതിലുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ഒക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. എല്ലാം കാരണഭൂതരായിരിക്കുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന 2 പേരാണ്. പൊന്നാമരത്തിൽ യുവജനും ചക്രവും സൗമ്യയും. ഇവരെ പ്രതിയാണ് നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നല്ലതാണെന്ന് പറയും. പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ നല്ലതാണെന്ന് പറയും. എന്നാൽ ചിലത് നല്ലതല്ല എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നല്ലതല്ലാത്തത് ചോദിച്ചാൽ, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞാൽ യുവജനം ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ല, സൗമ്യയും ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ല. അതുകൊണ്ട് ദൈവം അവർക്ക് പറ്റിയ ഒരു തുണയെ കൊടുത്തു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം അതാണ്. ദൈവം എല്ലാം സൃഷ്ടിച്ചു. ഓരോ ദിവസവും സൃഷ്ടിച്ച ദൈവം അവസാനം ആത്മഗതം ചെയ്യുന്നുണ്ട്. കൊള്ളാം, നന്നായിരിക്കുന്നു. അങ്ങനെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ച ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മാത്രം ദൈവം പറഞ്ഞു, നന്നല്ല. എന്താണ് നന്നല്ലാത്തത്? ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് അവന് പറ്റിയ ഒരു തുണയെ ദൈവം കൊടുത്തു. അവയെ അതുപോലെ യുവജനം ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ലെന്ന് കണ്ട ദൈവം അവന് പറ്റിയ ഒരു തുണയെ കണ്ടെത്തി കൊടുത്തു. സൗമ്യ ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ലെന്ന് കണ്ട ദൈവം അവന് പറ്റിയ ഒരു തുണയെ കണ്ടെത്തി കൊടുത്തു. അവർക്ക് പറ്റിയ ഒരു തുണയെ കൊടുത്തു. അത് യുവജനായിരുന്നു. പൊന്നാമരത്തിൽ കുടുംബത്തിലെയും ചെക്കുകൾ കുടുംബത്തിലെയും 2 പേരെ ദൈവം ഇന്ന് ഈ ദേവാലയത്തിൽ ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് കാനായിലെ വിവാഹത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. നിങ്ങളോട് പറയാനുള്ള സന്ദേശം യുവജനോടും സൗമ്യയോടും എല്ലാം പറയാനുള്ളതാണ്. തമ്പുരാൻ പറയുന്നത് കേട്ട് ജീവിക്കുക. ലോകത്തിൽ ഒരുപാട് പേര് നമ്മളെ ഉദ്ദേശിക്കാൻ കാണും.
ഒരുപാട് പേര് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി തമ്പുരാൻ പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയവും മനസ്സും ഉണ്ടാകണം. അതാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ വലിയ ബലവും ശക്തിയും എന്ന് പറയുന്നത്. ഇവരെ പ്രാർത്ഥിച്ചൊഴിക്കുക, ഇവരുടെ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. ഈ രണ്ട് കുടുംബങ്ങൾക്കും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ചൊല്ലിയിട്ട് അതിലുപരിയായിട്ട് ഇവരുടെ കുടുംബജീവിതത്തെ ദൈവം സമൃദ്ധമായിട്ട് അംഗീകരിച്ച രീതിയിലെയും സൗമ്യയും നല്ല ജീവിതം നയിക്കുന്ന നല്ല കുടുംബിനികളും കുടുംബനാഥയുമായിട്ട് ജീവിക്കാൻ ഇവരെ സഹായിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായി നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞാൽ നമ്മളെല്ലാം ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ. കുട്ടികളെ കുറിച്ച് എല്ലാവരും നല്ലത് പറയാൻ ഇടയാകും. ആദിയിൽ പരിശുദ്ധ ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ നിലവിലെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിക്കുന്ന ഈ ഉദാസ യുവതിയോട് പരികൽപ്പന ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി നിലച്ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് സ്വതന്ത്ര മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സ്കറിയായെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷ്യമാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ വിവാഹ ഉടമ്പടിയുടെ അടയാളമായി ഇപ്പോൾ പരസ്പരം ചേർത്തുപോകും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ. വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ കാര്യം അഭേദ്യമായ സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസനയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന് മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയെ പരിശുദ്ധിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ
പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും യൗസേ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളാലും നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സുരക്ഷകരമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ, എന്നാത്മം ഞാൻ ഏകുന്നിതാ, എന്റെ ജീവന്റെ ജീവനാഥ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. എൻ ഘോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ. അവൻ പരിപാലകൻ, അവൻ കരുണാമയൻ, അവൻ മനതാരിൽ നിറയുന്നവൻ, അവൻ മനതാരിൽ നിറയുന്നവൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം
സാന്നിധ്യമിന്നിവിടെ നിൻ തിരുഭോജനമുൾക്കൊള്ളുമ്പോൾ സ്വർഗീയ സാന്നിധ്യമിന്നിവിടെ നിൻ തിരുഭോജനമുൾക്കൊള്ളുമ്പോൾ എന്നും സ്തുതിയേകിടാം എന്റെ പ്രിയനാഥനായി എന്നെ കരതാരിൽ താങ്ങുന്നവൻ, എന്നെ കരതാരിൽ താങ്ങുന്നവൻ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ, എന്നാത്മം ഞാനേകുന്നിതാ എന്റെ ജീവന്റെ ജീവനാഥ. അകതാരിൽ നീ അലിവോടെ നീ എഴുന്നള്ളി വന്നിടണേ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് നിലവിലെയും കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. തിരുബ്രഹ്മത്തിന്റെ നായകനായ മധ്യസ്ഥം ഇവരുടെ കുടുംബജീവത്തെ സ്ഥിരപൂർണ്ണമാകട്ടെ. സകല ശക്തികളെ പ്രാർത്ഥനയെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. Oh
on this moment. You are the one. Right beside you is where I belong. From this moment on, from this moment I have been blessed. I live only for your happiness and for your love. I'd give my last breath. From this moment on, I give my hand to you with all my heart. I can't wait to live my life with you. Can't wait to start. You and I will never be apart. My dreams came true because of you. From this moment, as long as I live, I will love you. I promise you this, there is nothing I wouldn't give. From this moment on, you're the reason I believe in love, and you're the answer to my prayers from up above. All we need is just the two of us. My dreams came true because of you. From this moment, as long as I live, I will love you. I promise you this, there is nothing I wouldn't give. From this moment, I will love you. I will love you as long as I live. From this moment. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been.
की करने लगी होशियारियां, कहीं कर देना ये मेरे लिए दुश्वारियां। नजरें ये आपकी करने लगी होशियारियां, कहीं कर देना ये मेरे लिए दुश्वारियां। हुस्न की बात तो हुस्न ही जाने है, रूप के नाज तो रूप ही जाने हैं, सही गलत तो दर्पण जाने हैं, जिस पे गुजरी वो तन जाने हैं। हम दीवाने हो गए हैं आपके, हम तो बस इतना जाने हैं। तू मेरा है सनम, तू ही मेरा हमदम, तेरे संग जीना अब सातों जन्म। तू मेरा है सनम, तू ही मेरा हमदम, तेरे संग जीना अब सातों जन्म। सूखे पत्तों की तरह थी मेरी ये जिंदगी, ओस की बूंदों के जैसे जब से मुझ पे तू गिरी। सूखे पत्तों की तरह थी मेरी ये जिंदगी, ओस की बूंदों के जैसे जब से मुझ पे तू गिरी। रूह की बात तो सांस ही जाने है, होठों की ख्वाहिश प्यास ही जाने है, क्यों जोगी हो जोगन जाने है, जिस पे गुजरी वो तन जाने है। हम दीवाने हो गए हैं आपके, हम तो बस इतना जाने हैं। तू मेरा है सनम, तू ही मेरा हमदम, तेरे संग जीना अब सातों जन्म। तू मेरा है सनम, तू ही मेरा हमदम, तेरे संग जीना अब सातों जन्म। എന്താണീ മൗനം മായാനായി മാത്രം, എന്താണ് എന്താണ് എന്താണ്, എന്താണീ മേഘം തോരാതെ പെയ്യാൻ, എന്താണ് എന്താണ് എന്താണ്. നാം ഒന്നാകും ഈ രാവിൻ തീരത്ത് പൊൻതാരങ്ങൾ കൂടേറുന്നു. ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ കുന്നിങ്ങൾ ആരാരിൻ ഉള്ളം തേടുന്നു. എന്താണീ മൗനം മായാനായി മാത്രം, എന്താണ് എന്താണ് എന്താണ്.
ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ പൂന്തിങ്കൾ ആരാരിൻ ഉള്ളം തേടുന്നു. ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ ആരോമൽ പൂന്തിങ്കൾ ആരാരിൻ ഉള്ളം തേടുന്നു. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോമായും തീരാതെ ഉള്ളിലിനിളമഞ്ഞിൻ ചൂട്. നൂറാണ്ട് നിൽടെ ചിറകിന് ചേലവും തൂവല്. നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും. പറയുവാനിതാദ്യമായി വരികൾ മായേ,